രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇപ്പോഴും അവ്യക്തമാണ്. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഇപ്പോഴും അത് അജ്ഞാതമായി തുടരുന്നു. 270 പേരുടെ മരണത്തിനിടയാക്കിയ രാജ്യത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ശനിയാഴ്ച രാവിലെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 15 പേജുള്ള അന്വേഷണ റിപ്പോർട്ടാണ് വന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. പൈലറ്റുമാരുടെ സംഭാഷണം കേന്ദ്രീകരിച്ചാവും പ്രധാനമായും അന്വേഷണം നടത്തുക. എന്തിനാണ് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട്. ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് രണ്ടാമത്തെ പൈലറ്റ് മറുപടി നൽകുന്നുണ്ട്. ഈ സംഭാഷണങ്ങൾ വിമാന ദുരന്തത്തിലേക്ക് നയിച്ച കാരണം മനസ്സിലാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. വിമാനത്തിൻ്റെ സ്വിച്ചുകൾ എന്തുകൊണ്ടാണ് ഓഫ് ചെയ്തത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വിമാന ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടേക്ക് ഓഫിനു മുമ്പ് 2 എഞ്ചിനുകളും ശരിയായി പ്രവർത്തിച്ചിരുന്നു. എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന 2 സ്വിച്ചുകളുണ്ട്. അവ റൺ പൊസിഷനിൽ നിന്ന് ഓഫ് പൊസിഷനിലേക്ക് മാറ്റാൻ മാനുവലായി ചെയ്യണം. ഇടതുവശത്താണ് ഒന്നാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച്, വലതുവശത്ത് രണ്ടാമത്തെ എഞ്ചിൻ്റെ സ്വിച്ചുണ്ട്. സ്വിച്ചുകൾ ഓഫാക്കി. ഇതോടെ വിമാനത്തിന് മുന്നോട്ട് പോകാനുള്ള തള്ളൽ നഷ്ടപ്പെട്ടു. 10 സെക്കൻഡുകൾ കഴിഞ്ഞ് ഒന്നാം എഞ്ചിൻ്റെയും 4 സെക്കൻഡുകൾ കഴിഞ്ഞ് രണ്ടാം എഞ്ചിൻ്റെയും ഇന്ധന പ്രവാഹം വീണ്ടും തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും കുതിച്ചു കയറാനാവാതെ വിമാനം തകർന്നു വീണു. എന്തുകൊണ്ടാണ് സ്വിച്ചുകൾ ഓഫാക്കിയത്? ആരാണത് ചെയ്തത്? നിർണായകമായ ചോദ്യങ്ങളാണിവ. ഓഫായ എഞ്ചിനെ ഓണാക്കിയ ശേഷം പ്രവർത്തിച്ചു തുടങ്ങാൻ പിന്നെയും 2 മിനിറ്റിലേറെ വേണ്ടിവരും. പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന സ്വിച്ച് ഓഫായതായി റിപ്പോർട്ടിൽ പറയുന്നു. ആരാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്ന ശബ്ദരേഖ അന്വേഷണത്തിൽ ലഭിച്ചതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റാം എയർ ടർബൈൻ അഥവാ റാറ്റ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തി. എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം. റാറ്റ് പുറത്തു വന്നതായി CCTV ദൃശ്യങ്ങളുണ്ട്. ഇതാണ് തുടക്കം മുതൽ തന്നെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി എന്ന നിഗമനത്തിലെത്താൻ കാരണം. 2 എഞ്ചിനുകളും വീണ്ടും പ്രവർത്തിപ്പിക്കാൻ പൈലറ്റുമാർ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ എഞ്ചിൻ ഭാഗികമായി പ്രവർത്തിച്ചു. രണ്ടാമത്തെ എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. വിമാനത്തെ നിയന്ത്രിക്കുന്ന ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായ ദിശയിലായിരുന്നു. പൈലറ്റുമാർക്ക് മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അട്ടിമറിക്ക് പ്രാഥമിക തെളിവുകളിൽ നിന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജൂൺ 12-നാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിൽ 242 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 169 പേർ ഇന്ത്യക്കാരും 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരും 7 പേർ പോർച്ചുഗീസ് പൗരന്മാരും ഒരാൾ കനേഡിയൻ പൗരനുമായിരുന്നു. BJ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളുടെ മെസ്സിലും PG വിദ്യാർത്ഥികളും സ്പെഷ്യൽ വിഭാഗത്തിൽപ്പെട്ടവരും താമസിക്കുന്ന ഹോസ്റ്റലിലുമായിരുന്നു വിമാനം തകർന്നു വീണത്. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും സാധാരണക്കാരും അപകടത്തിൽ മരിച്ചു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അപകടത്തിൽ മരിച്ചിരുന്നു.